നിന്ന് ഇറങ്ങി വരുമ്പം ശരിയാണ്, ഒരു താര രാജാവൊക്കെ വരുമ്പം നമ്മുടെ മാതിരി ഈ ചെറിയ ഷോർട്ട്സോ അല്ലെങ്കിൽ കൈലിയോ ഒന്നും അങ്ങ് കൊടുത്തൊന്നും അല്ല അവർ വരുന്നത്. അവർ മേക്കപ്പൊക്കെ ഇട്ടാ വരുന്നത്. നോക്കി, ഈ കയ്യിൽ ഒരു ബാൻഡേജ് മാതിരി ഒരു സാധനമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ നമ്മുടെ ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്ന ഒരു ബാൻഡേജ് ഉണ്ടല്ലോ, ചെറിയൊരു ബാൻഡേജ്. 2 സർജറി കഴിഞ്ഞ ആളാണ്. കേരളം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജനുവരി 16 ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. ജനുവരി 16 സെയ്ഫ് അലി ഖാന്, ബോളിവുഡ് നടന് കുത്തേറ്റ സംഭവം. അതൊരു വളരെ വിചിത്രമായ സംഭവമായി മാറുകയാണ്. ഈ അദ്ദേഹത്തിന് കുത്തേക്കുന്നത് വെളുപ്പിന് 2 മണിക്ക് ശേഷമാണ്, 2:30-ാണെന്ന് പറയുന്നു. പക്ഷേ അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് നിരവധിയാണ്. ഹോസ്പിറ്റലിൽ എത്തിയത് 4:11-ന്. ഈ 1.5 മണിക്കൂർ അദ്ദേഹം എവിടെയായിരുന്നു? രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ 1500-1700 കോടി കോടി രൂപയുടെ സ്വത്തുക്കൾ, അതായത് എനിമി പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞത്. എനിമി പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നും പലായനം ചെയ്ത് പാകിസ്ഥാനിലേക്ക് പോയ ഇവരുടെ കുടുംബം, ഇവരുടെ ഒരു വലിയ ധനിക കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിലെ സ്വത്തുക്കളെല്ലാം കണ്ടു കിട്ടുന്ന ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ പല വിവാദങ്ങളുണ്ട്. മുസ്ലിം സ്വത്ത് അതൊക്കെ വേറൊരു വിഷയങ്ങളാണ്, രാഷ്ട്രീയ ചർച്ചകളും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ റെക്കോർഡിൽ 6 കുത്തേറ്റെന്നാണ് പറയുന്നത്. 6 കുത്തെന്നുള്ളത് പിന്നീട് അത് 5 കുത്തായി. ഇനി കുത്തേറ്റിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും ശരി, അദ്ദേഹത്തിന് ഒരു ഓട്ടോറിക്ഷയിലാണ്, ഏതാണ്ട് ഒരു വലിയ 12 നില അപ്പാർട്ട്മെൻറ്റ്, അതിനുള്ളിൽ 10ാമത്തെ നിലയിലാന്ന് പറഞ്ഞ് 8ാമത്തെ നിലയിലാന്ന്, ഏതായാലും ശരി കറക്റ്റ് ഈ കള്ളൻ, മോഷണ ശ്രമം നടത്തുന്ന കള്ളൻ ഫയർ എക്സിറ്റ്, കോമ്പൗണ്ട് വാളി ചാടി ഈ ഫയർ എക്സിറ്റ് വഴിയുള്ള ബാക്ക് സ്റ്റെയർ വഴി കയറി കറക്റ്റ് മോൻ്റെ റൂമിലേക്ക് ബാത്റൂം വഴി ചെന്ന് ഇറങ്ങി. അവിടെ നടന്ന ഒരു തിരക്കഥ പോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. മോനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ 1 കോടി രൂപ ആവശ്യപ്പെട്ടെന്നു. ഇത്രയും വലിയ ഒരു നടൻ്റെ വീട്ടിൽ കയറിയിട്ട് 1 കോടി രൂപ എന്ന് പറയുന്നത് തന്നെ ഒരു ഏറ്റവും, നമ്മളെ സംബന്ധിച്ച് 100 രൂപ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അത് തന്നെ, അതിലെ തന്നെ ഒരു വൈരുദ്ധ്യം. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിൻ്റെ അതായത് റൂമിലെ കരീന കപൂർ ഒരു ഷോ കഴിഞ്ഞ് വന്ന ജുവൽസ് കംപ്ലീറ്റ് അവിടെ തുറന്നു വെച്ചിട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിലൊന്നും തൊട്ടിട്ടില്ല. എന്തായാലും ശരി, അതൊരു സംശയം ബാക്കി നിൽക്കുന്നു. മൂന്നാമത്തെ സംശയം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പുതിയ പടം വരികയാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാകും, ജുവൽ തെഫ് എന്ന് പറഞ്ഞ ഒരു പുതിയ പടം വരുന്നു. അപ്പോൾ ആ ഒരു പടത്തിന് വേണ്ടിയുള്ള ഒരു PR വർക്ക് ആണോ ഇതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് ആദ്യം മുതലുള്ള കാര്യങ്ങളൊന്നും കാണാം. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. ബാന്ദ്ര വെസ്ലെ വസതിയിലുണ്ടായ മോഷണ ശ്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് കുത്തേറ്റത്. അക്രമി സംഘം സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു. അക്രമി സംഘം, അത് ആദ്യം പോലീസുമൊക്കെ സംശയിച്ചത് ഇതൊരു വലിയ അക്രമി സംഘമായിരിക്കും. കാര്യം ഇത്രയും വലിയ ഒരു VVIPs താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ്, അവിടെ 8 ഗാർഡ് അവരുടെ കൂടെ ഉണ്ട്, ഇവർക്ക് വേണ്ടി ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ വെളിയിലുള്ള ഗാർഡുകൾ അത് വേറെ. എന്തായാലും ശരി, ഈ 6ാമത്തെ നിലയിലെ CC ക്യാം മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. ഇന്ന് എന്തിന് പറയുന്ന ഒരു ചെറിയ തട്ടുകടയിൽ പോലും CC ക്യാം വർക്ക് ചെയ്യുന്ന കാലത്ത് ഇത്രയും എന്ത് പ്രഹസനമായ തിരക്കഥയാണ് ഇതിനകത്തുണ്ടാക്കിയത്. തിരക്കഥ ഉണ്ടാക്കിയവർ എടുത്ത് ഇച്ചിലൂടെ മാന്യമായിട്ട് ഉണ്ടാക്കണമെന്നായിരുന്നു പറയാനുള്ളത്. അങ്ങനെ കുത്തേറ്റ സംഭവമല്ല, ഇദ്ദേഹത്തിൻ്റെ ഇങ്ങോട്ടുള്ള പല സീനുകളും വളരെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെ പിന്നീടുള്ള ഓരോ കാര്യങ്ങളും, ഈ 2:10 കുത്തേറ്റ ആള് ഓട്ടോറിക്ഷയിൽ, പാവം, ഇത്രയും വലിയൊരു കോടീശ്വരൻ ഓട്ടോറിക്ഷയിൽ മോനുമായിട്ട് ചെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ പേര് പറയുന്നുണ്ട്. അതാണ്
അഫ്സർ സെയ്ദി എന്ന് പറഞ്ഞത്, അതായത് ഇതൊരു അഫ്സർ സെയ്ദി എന്ന് പറയുന്നത് PR വർക്ക് ചെയ്യുന്ന മീഡിയ PR വർക്ക് ചെയ്യുന്ന ഹൃതിക് റോഷൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ PR വർക്കിൻ്റെ ഒരു വലിയ ഏജൻസിയാണ്. ഈ ബിൽഡിങ്ങിലെ ഫൗണ്ടറാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ശരി, ഇദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണറാണ്. അദ്ദേഹത്തിൻ്റെ ഈ ജുവൽ തഫ് എന്ന് പറയുന്ന ഈ പുതിയ പടത്തിലേക്ക് ഉള്ള ഒരു PR വർക്കാണോ ഇതെന്ന് സംശയിക്കുന്നുണ്ട്. പരിക്കേറ്റ സെയ്ഫ് അലി ഖാനെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിശദാംശങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ശരി, ഈ ഇദ്ദേഹത്തിന് സ്പൈനിലാണ് മാരകമായ, പിന്നെ കഴുത്തിന്, പിന്നെ 6 കുത്തുന്നുള്ള 5 എണ്ണം പറയുന്നുണ്ട്. ഈ കുത്തേറ്റ മനുഷ്യന് നമ്മളുടെയൊക്കെ ഒരു ഇതിൽ ഏറ്റവും വലിയ ലീലാവതി ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. വലിയ ഹോസ്പിറ്റലാണ്. കേവലം ഒരു 5-8 കിലോമീറ്ററിനകത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഈ സംഭവം നടന്നു കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കൊണ്ട്, റോഡൊക്കെ അന്നേരം ഈ വെളുപ്പിനുള്ള സമയത്ത് ഫ്രീ ആണല്ലോ, ഒരു 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് ചെല്ലുന്ന ഒരു ഹോസ്പിറ്റലിൽ ചെന്നത് 1.25 മണിക്കൂറിന് ശേഷം. അവിടുത്തെ റെക്കോർഡുകളിൽ ഉള്ള വൈരുദ്ധ്യം ഈ 6 കുത്ത് 5 കുത്ത് ഇനി കുത്തേറ്റിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ കുത്തേറ്റ് കഴിഞ്ഞ മനുഷ്യൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. നമ്മൾ ഈ തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, കുത്തേറ്റ് അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് ഇങ്ങോട്ട് പദവിയിൽ, ഇദ്ദേഹം താരം തന്നെ, ആ പദവിയിലാണ് ആ വരവെന്ന് കണ്ടോണേ. ഓക്കെ, ആ കയ്യുടെ ഒരു 10 സെൻറ്റിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ വരെയാണ് അതിൻ്റെ ലെങ്ത് പറഞ്ഞേക്കുന്നത്. അതുപോലെ സ്പൈനിലെ ആണെങ്കിലും ശരി, മാരകമായ 2 സർജറി ചെയ്തെന്നാണ് പറയുന്നത്. പിന്നെ കഴുത്തിൻ്റെ നല്ലൊരു മുറിവാണ്, 3 മുറിവ്. പിന്നെ ചിലതൊക്കെ ഈ പിന്നെ റിപ്പോർട്ടിൽ പറയുന്നത് ചെറിയ ഉരസൽ മതി, അതായത് ഈ മൽപ്പിടുത്തമല്ല നടന്നത്, ഭീകര സംഘവും ചെന്ന് മൽപ്പിടുത്തം നടത്തിക്കൊണ്ടുള്ള ഉരസലൊക്കെ ആവുന്നത്. പോട്ടെ, ഈ 6-5 ആയിക്കോട്ടെ, 3 എണ്ണം മെയിനായിട്ടുള്ളത്. ഹോസ്പിറ്റലിലെ നിന്ന് ഇറങ്ങി വരുമ്പം ശരിയാണ്, ഒരു രാജാവൊക്കെ വരുമ്പം നമ്മുടെ മാതിരി ഈ ചെറിയ ഷോർട്ട്സോ അല്ലെങ്കിൽ കൈലിയോ ഒന്നും അങ്ങ് കൊടുത്തൊന്നും അല്ല അവർ വരുന്നത്. അവർ മേക്കപ്പൊക്കെ ഇട്ടാ വരുന്നത്. നോക്കി, ഈ കയ്യിൽ ഒരു ബാൻഡേജ് മാതിരി ഒരു സാധനമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ നമ്മുടെ ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്ന ഒരു ബാൻഡേജ് ഉണ്ടല്ലോ, ചെറിയൊരു ബാൻഡേജ്. 2 സർജറി കഴിഞ്ഞ ആളാണ്. ഈ ഇതിനകത്തിൽ ഹോസ്പിറ്റലിലെ കാര്യമായിട്ട് വല്ല ഈ മീഡിയ പ്രൊമോഷൻ ചെയ്യുന്ന ഈ അഫ്സർ സെയ്ദിയുടെ തിരക്കഥ നമുക്കിപ്പം സംശയിക്കേണ്ടിയിരിക്കുകയാണ്. എത്ര കൂളായിട്ട് കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ച്, രാജാക്കന്മാരല്ല, അവരൊക്കെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചേ പോകത്തുള്ളൂ, അതിനൊന്നും നമുക്ക് വിരോധമില്ല. പക്ഷേ ഈ ഇപ്പോഴത്തെ ഈ ഒരു ശ്രമമെന്ന് പറയുന്നത് ഈ 1500-1700 കോടി രൂപയുടെ സ്വത്ത് കണ്ട് എടുക്കുന്നതിൻ്റെ മാധ്യമ ശ്രദ്ധ ഇതിലേക്ക് തിരിക്കുന്നതിനുള്ള ഒരു ശ്രമം. രണ്ടാമത്, ഈ ഒരു പ്രതിയെ പിടിച്ചത് വളരെ ഭയങ്കര ഇതായിട്ടുള്ള സംഭവമാണ്. അത് തന്നെ നമുക്ക് പിന്നെ നിമിഷ നേരം കൊണ്ട് പിടിക്കേണ്ടതാണ്. ഈ പ്രതി ഈ കുറ്റകൃത്യം കഴിഞ്ഞ് 2 മണിക്കൂർ ഇവരുടെ ഗാർഡനിൽ ഒളിച്ചിരുന്നു, ആരും കണ്ടില്ല. ഹൈ സെക്യൂരിറ്റി, ഇത്രയും CC ക്യാമുള്ള ഒരു VVIP ഏരിയയിൽ 2 മണിക്കൂർ വീണ്ടും ഒളിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് 30 പേരടങ്ങുന്ന ഒരു ബാച്ചുകളായിട്ട് തിരിഞ്ഞാണ് അന്വേഷണം പോലും നടത്തിയത്. കാര്യം ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് നടക്കുമ്പം പോലീസ് അത്രയും കർമ്മനിരതരായി പ്രവർത്തിക്കേണ്ട അത്യാവശ്യമാണ്. 16 പുലർച്ചെ 2:30 ആക്രമണം നടന്നുവെങ്കിലും 4:10 ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് രേഖകൾ. പുലർച്ചെ 4:10 എന്നാണ് ആശുപത്രിയുടെ രേഖകൾ പറയുന്നത്. ബാന്ദ്രയിലെ ഫ്ളാറ്റിൽ നിന്ന് ലീലാവതി ആശുപത്രിയിലേക്കുള്ള ഏതാണ്ട് 10-15 മിനിറ്റ് ദൂരമുള്ള യാത്ര മാത്രമാണ്. ജെയ്സൺ മണിയങ്ങാടാണ്. ജെയ്സൺ, ഇതൊക്കെയാണ് ഇതിലെ പൊരുത്തക്കേടുകൾ. ഓർമ്മിയെ പിടിച്ചു, ഇയാൾ പോയി പിന്നെ ഒരു ആലു പൊറോട്ട വാങ്ങിച്ച് ഗൂഗിൾ പേ ചെയ്തു. ഇത്രയും വലിയ ക്രൈം ചെയ്ത ഒരു ആക്രമിയുടെ 2 പിന്നെ UPI നമ്പർ യൂസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബംഗ്ലാദേശിലെ
അച്ഛന് 7,000 രൂപ ഗൂഗിൾ പേ ചെയ്തു. ഈ 1 കോടി രൂപ കിട്ടിയതല്ലേ. അപ്പോൾ ഇത് ഡെപ്പോസിറ്റ് ചെയ്ത കാര്യമൊന്നും പറയുന്നില്ല. എന്തായാലും ശരി, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് പ്രതി എൻ്റെ മകനല്ല, മുടിയിലെ വൈരുദ്ധ്യം, ഈ ആകാരത്തിലെ ആകാര ഭംഗിയിലുള്ള ഇത് വേറൊരു ആളാണ്, ഇതൊരു ഡ്യൂപ്പാണ് എന്നാണ് പറയുന്നത്. ഈ അവിടുന്ന് വന്ന ആളാണെന്ന് പറയുന്നത് തന്നെ അതിലൊരു വൈരുദ്ധ്യം ഇപ്പം അവരും പറയുന്നുണ്ട്. പരിശോധനയ്ക്കിടെ ബാന്ദ്രയിലെ ഫ്ളാറ്റിൽ നിന്ന് വാൾ കണ്ടെടുത്തു. വിശദാംശങ്ങൾ ജെയ്സ് നിർമ്മല കുര്യൻ. ഇപ്പൊ വാള് കണ്ടെടുത്തെന്ന് എന്താ പറയുന്നത്? ആദ്യം കത്തി പറഞ്ഞു. ജെയ്സ്, ആരാണ് അക്രമി? എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം? മോഷണം തന്നെയാണോ? അതിന് ഈ ജോലിക്കാരുടെ ആരുടെയെങ്കിലും പിന്തുണ കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള വ്യക്തത. ജോലിക്കാരെല്ലാം അവിടെ ഉറക്കമായിരുന്നു. 8 പേര് സുഖനിദ്രയിലായിരുന്നു. പിന്നെ CC ക്യാം ഒറ്റ ഫ്ലോറിലേ ഉള്ളൂ. അത് എന്തിനത് മാത്രം ഓൺ ചെയ്ത് വെച്ചു എന്നുള്ളത് ഒരു വേറൊരു നിഗൂഢമായ കാര്യമാണ്. കാര്യം തെളിവ് കൊടുക്കണം, എന്നാൽ തെളിവ് പലതും കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പലതും അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്തായാലും ശരി, അടുത്ത ഒരു സിനിമ ഈ ജുവൽ തീഫ് എന്ന് വരുന്ന ഈ ഒരു സിനിമ വരുമ്പോൾ ഇതിൻ്റെ സ്റ്റോറി കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ ഇതുപോലൊക്കെ ആയിരിക്കും. ഒരു അക്രമി ഫ്ലാറ്റിൽ കയറി അക്രമം നടത്തുന്നു, സെക്യൂരിറ്റികൾ ഉറങ്ങുന്നു, CC ക്യാം വർക്ക് ചെയ്യത്തില്ല. VVIPകളുടെ ഫ്ലാറ്റിൽ നടന്ന ഒരു തിരക്കഥയാണ് ഇതെന്നാണ് തോന്നുന്നത്. എപ്പോൾ പുറത്തു വരും ജെയ്സ്? മീട്ടു, അല്പസമയം മുൻപാണ് ബാന്ദ്ര പോലീസും മുംബൈ ക്രൈംബ്രാഞ്ചും ചേർന്ന ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ ഇപ്പോൾ ബാന്ദ്ര സ്റ്റേഷനിൽ. പിന്നെ വേറൊരു വളരെ വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് സെയ്ഫ് അലി ഖാന്റെ ലീലാവതി ഹോസ്പിറ്റലിലെ ബില്ല് 35.95 ലക്ഷം, അതായത് 36 ലക്ഷത്തിനടുത്താണ്. കാര്യം ഇത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി സ്യൂട്ടും കൂട്ടുവിട്ട് ഇറക്കി വിടണമെങ്കിൽ ഇവർക്കൊക്കെ ഇത്രയും പൈസ വേണ്ടി വരും. അത്രയും പൈസയാണ് അവർ लीलावती हॉस्पिटल आए अली खान के इलाज में खर्च हुई रकम देखकर लोगों की आंखें फटी रह गई हैं। सैफ के ट्रीटमेंट में 35 लाख रुपए लगे हैं। उनकी इंश्योरेंस कंपनी ने 25 लाख रुपए देने की मंजूरी दे दी है। बाकी का खर्च खुद सैफ उठाएंगे। 25 ലക്ഷം രൂപ പിന്നെ അദ്ദേഹത്തിൻ്റെ ക്ലെയിം കിട്ടിയിട്ടുണ്ട്, ഹോസ്പിറ്റൽ ക്ലെയിം. ബാക്കി മാത്രമേ പുള്ളി കൊടുത്തോളെന്നാ പറയുന്നത്. सैफ के पास नीवा बूपा कंपनी की पॉलिसी है। सोशल मीडिया पर लीक हुए डॉक्यूमेंट्स में खुलासा हुआ है कि सैफ ने अपने इलाज के लिए 35 ശരി, വളരെ നിഗൂഢമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഇന്ത്യയിൽ സംഭവിച്ച ഈ ഒരു ദേശീയ വാർത്തയാണ്. ഇത് ലോക വാർത്തയായിട്ട് പലരും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 1500 1791 എന്നൊക്കെ പറയുന്നുണ്ട്, എക്സാക്റ്റ് അറിയില്ല. പക്ഷേ ഇത്രയും കോടി രൂപയുടെ സ്വത്ത് കണ്ടെടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ചില മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മുടെ കേരളത്തിലൊന്നും ചർച്ച ചെയ്യില്ല. കേരളത്തിലെ വേറെ ന്യൂസുകളൊക്കെ ഇഷ്ടംപോലെ കാണിക്കുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്തില്ല. മറ്റ് ചില ഹിന്ദി ചാനലുകളിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. അതൊരു വശത്ത് നടക്കുമ്പോഴാണ് ഈ മാധ്യമ ശ്രദ്ധ ഇതിൽ നിന്നെല്ലാം മാറ്റപ്പെടാൻ വേണ്ടി ഈ ഒരു മോഷണ ശ്രമം. കരീന കപൂറിൻ്റെ സ്വർണം അവിടെ ഇരിക്കുന്നു, അതെടുത്തിട്ടില്ല. അവിടെ ഗാർഡനെ ഇതിന് ശേഷം പ്രതി 2 മണിക്കൂർ റെസ്റ്റ് എടുത്തെന്ന് പറഞ്ഞു. എന്തായാലും ശരി, അവിടുത്തെ CC ക്യാം ഇല്ല. ഇത്രയും ഭയങ്കര തിരക്കഥയെടുത്ത് എന്ത് കാര്യത്തിന് വേണ്ടി? ഇതൊരു സിനിമയുടെ പ്രൊമോഷൻ PR വർക്ക്, ഈ പറഞ്ഞ അഫ്സർ സൈദിയുടെ PR വർക്കാണോ ഇത് എന്ന് സംശയിക്കാം. ഈ വസ്തു ജപ്തി ചെയ്യുന്നതിനെതിരെയുള്ള ഒരു ശ്രദ്ധ മാറ്റം ഉണ്ടാകുന്നതിനുള്ള ഒരു ശ്രമമായിരിക്കാം. അതെയോ ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കഥയെന്ന് നമ്മൾ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.